السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. നാല് കൂട്ടത്തിലെത്തിരുമ മങ്ങിലാവിടെ ആൺമക്കിക്കിടാർ അല്ലെങ്കിൽ നാല് മക്കളെ ഞങ്ങൾ മങ്ങിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള. അപ്പോൾ ഈ മങ്ങിലാകുമ്പോൾ പെണ്ണിൻ്റെ തേടൽ സാധാരണ സഹജമായിട്ടിക്കിട്. അപ്പോൾ എങ്ങനത്തെ പെണ്ണ് വേണം, പല ആൾമാർക്കും പല നിലക്കുള്ള ആഗ്രഹം എനിക്കിടും. അപ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പെണ്ണ് തേടുന്നതിലും ഒരു നല്ലൊരു മെത്തഡ്സ് നമ്മൾ പരിപാടിത്തണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഷെൽഡ് ഇമാം ബുഖാരി, മുസ്ലിം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത്, തുൻകഹുൽ മർഅതു ലി അർബഈൻ, ഒരു പെണ്ണിൻ്റെ മങ്ങിലാവ് ഉദ്ദേശിക്കണമെങ്കിൽ 4 കാര്യ സാധാരണയായിട്ട് മനുഷ്യന്മാർ ഉദ്ദേശം വെച്ചൊല്ലാറ്. 4 ഒന്നായിട്ടിക്കട് ലി മാലിഹ, മുതൽ സമ്പത്ത് നോക്കിയിട്ട് പെണ്ണിൻ്റെ അബ്ബ അല്ലെങ്കിൽ പെണ്ണ് നല്ല ആസ്തി അന്തസ്തുള്ളവളും വലിയ പൈസക്കാർത്തി അതുണ്ടോ ഇതുണ്ടോ ചെന്നിട്ട് ആശപ്പെട്ടിട്ട് പെണ്ണിൻ്റെ മങ്ങിലവിടെ ഉള്ളാറ്. വലിയ ഹസബിഹ, ചിലപ്പോൾ നല്ല തറവാട്, വലിയൊരു പ്രായത്തിൽ ഖ്യാതി ഉള്ളതായ തറവാട്. ഖ്യാതിന് ദീനിലല്ല, പിന്നെ വേറെന്തെങ്കിലും ബിസിനസ്സിലും ഇതിലോ ഭയങ്കര പേര് പോയ തറവാടായിട്ടിക്കട്. അപ്പോൾ അയാളുടെ മോളായിട്ടിക്കട് ചില ഉദ്ദേശത്തിൽ മങ്ങിലവിടമുള്ള. വലിയ ജമാലിഹ, പെണ്ണിൻ്റെ സൗന്ദര്യം നോക്കിയിട്ട് ചന്ത നോക്കിയിട്ട് മങ്ങിലവിടമുള്ള. ചന്തത്തെ പെണ്ണാവണം, എത്ര ചന്തയൊന്നും മീയാവില്ല, പിന്നും ചന്തമാവും. അപ്പോൾ സാധാരണയായിട്ട് ചന്ത നോക്കിയിട്ട് ആഗ്രഹിച്ച് മങ്ങിലവിടമുള്ള. പിന്നെ ചില മനുഷ്യന്മാരുള്ള വലിയ ദീനിഹ, അങ്ങ് ആസ്തി അന്തസ്ത് ചന്ത അങ്ങ് വലിയവർ പരിഗണിക്കില്ല. അങ്ങ് പെണ്ണായത് നല്ല ദീൻ്റെ പെണ്ണായിട്ടിരിക്കണം. ഇങ്ങനെ 4 ആംബിഷൻ, 4 ഉദ്ദേശങ്ങൾ വെച്ചിട്ട് പെണ്ണ് തേടുന്ന ആൾമാരുള്ളാർ. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനുடைய പെണ്ണ്, നല്ല ദീനി ചിറ്റമുള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയിച്ചോ. നിൻ്റെ ജീവിതത്തിൽ ഒരു വിജയത്തെ സങ്കേതമായിട്ട് ദീൻ്റെ പെണ്ണിനെ നീ സെലക്ട് ആക്കണം. അപ്പോൾ പെണ്ണ് തേടുക ഉദ്ദേശിക്കണേ, ഞങ്ങൾ ആൺമക്കോ നല്ല പെണ്ണ് പേരുണ്ട് ആഗ്രഹിക്കണമെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ടത് പെണ്ണുക്ക് ദീനുണ്ടായിട്ടിക്കട്. ദീന് മാത്രമില്ലാണ്ടായെങ്കിൽ ബാക്കി എന്ത് എന്നിട്ടും അത് നഗന്യ, അതൊരു പ്രയോജനം വയ്ക്കില്ല. നോക്കറു എന്നൊരു ഹദീസ്, ലാ തസവ്വജുൻ നിസാഅ ലി ഹുസ്നിഹിന്ന, പെണ്ണിൻ്റെ ചന്തം നോക്കിയിട്ട് നിങ്ങൾ മങ്ങിലാവണ്ട. ഫഅസാ ഹുസ്നുഹുന്ന അൻ യുർദിയഹുന്ന, ചിലപ്പോൾ പെണ്ണിൻ്റെ ചന്തം നോക്കിയിട്ട് നിങ്ങൾ മങ്ങിലായെങ്കിൽ അതൊന്നും പിന്നെ ശാശ്വതമല്ല. ഒന്നാമത്തെ ചന്ത എന്താവുള്ളൂ, അത് ഒന്ന് രണ്ട് പിറകളോട് കൂടെ പെണ്ണിൻ്റെ ചന്ത പോകണ്ടു. ഇനി ചന്ത ബാക്കിയായെങ്കിലും ആ പെണ്ണുക്ക് ആ ചന്ത കൊണ്ട് വലിയ ഇടങ്ങേരായിരിക്കുള്ളൂ. എല്ലാവരും ആ പെണ്ണിടെ നോക്കിയിട്ട് പിന്നെ എല്ലാവർക്കും ആ പെണ്ണിൻ്റെ മേൽ കണ്ണ്, അതിലെ പിടിച്ചു നിൽക്കാനുള്ള താക്കത്ത് അവരിലേക്കില്ല. പല നിലക്കുള്ള ഇടങ്ങേറുകൾ ഉണ്ടാവും. അവർക്കും ഒരു മനസ്സിൽ ആരോ ചന്തത്തെ പെണ്ണ് നക്ക് ഒത്ത ആനയെ അല്ലാണ്ട് നിൻ്റെ ചിലപ്പോൾ വിചാരിച്ച് പോകും. അപ്പോൾ നക്ക് എങ്ങനത്തമാ ചന്തത്ത് ചെറുക്ക് കിട്ടുമെന്നു, സ്റ്റൈലിഷ് ചെറുക്ക് കിട്ടുമെന്നു, നക്ക് കിട്ടിയത് ഇങ്ങനത്തത് ചെന്നിട്ട് അവരും ഒരു ഗത്തിക്കും. എന്ന് മാത്രമല്ല വേറെ അന്യപുരുഷന്മാർ അവരിലേക്ക് യാർ ആകർഷിതരായിട്ടിക്കിടാൽ. അപ്പോൾ അവരുടെ ചന്തത്തെ അവർക്ക് പിടിച്ച് നിൽക്കും, ഭാര്യ കഷ്ടമായിരിക്കും. നിൽക്കും ഒരു അഭിഷേകത്തോട് കിരിക്കിരി ഉണ്ടാവും ചിലപ്പോൾ. കാരണം യാറെ ചന്തത്തെ നിങ്ങൾ സെലക്ട് ആക്കിയിട്ടാകുമ്പോൾ എല്ലാവരും അവരിലേക്ക് ആകർഷിതരാകുമ്പോൾ നിൽക്കും, അതേ പിടിച്ച് നിൽക്കുള്ള ശക്തി ഉണ്ടാവില്ല. പല നിലക്കുള്ള സംശയത്തും അതുക്കും ഇതൊക്കെല്ലാം കാരണമാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണക്കാണ്ട് യാറെ ചന്തത്തെ പെണ്ണിടെ നീ തിരഞ്ഞെടുത്തിട്ടാണെങ്കിൽ നീ സോത്ത് പോവേ. എന്നിട്ട് ചില ആനിങ്ങന്മാരുള്ള ചില ആൺമക്ക എത്ര ചന്ത നോക്കി മെയ്യാവില്ല. എനിക്ക് ഏതോ ഫിലിമിടെ ഒരു ഹീറോയിൻ്റെ നോക്കിയിട്ട് അങ്ങനത്തെ ഹീറോയിന്മാരെ നോക്കിയിട്ട് ആർത്തായിടും.
പിന്നെന്താണോ പിന്നെ അങ്ങനത്തെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറേ പെണ്ണ് നോക്കിയിട്ട് ഇവിടെ കിട്ടണം അങ്ങനത്തത് ഓണ മനസ്സിൽ വെച്ചത് അങ്ങനത്തെ കയറി കിട്ടി എല്ലാ പെണ്ണുമക്കും ബേജാറ് നോക്കിയിട്ട് പോകണ്ടേ ക്യാൻസലാക്കി നോക്കിയിട്ട് പോകണ്ടേ ക്യാൻസലാക്കില്ല അപ്പോൾ ഓൻ്റെ കണസിനെ റാണി കിട്ടുകയില്ല ഓണം. അപ്പോൾ എന്ത് അങ്ങനത്തെ കണക്കിനാട്ടി ആരെ ചന്തത്തിൽ അങ്ങ് തീരണം. അതൊരിക്കലും വലിയ നല്ലൊരു പിന്നെ ഒരു ആൾമാരെ ലക്ഷണമല്ല. ഒരു മീഡിയം മെയ്യാവും രണ്ടത്തെ ചന്തമുണ്ട് അത്രയ്ക്ക് കിട്ടിയ മെയ്യാവും ചിലರು ആ ഒരു ഇത് മെയ്യാവും. കാരണം ചന്തമെങ്കിൽ പിന്നെ വലിയ കഷ്ടമായിട്ട് നിയന്ത്രിക്കൂ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് പിന്നെ ലാ തസവ്വജൂഹുന്ന ലിഅംവാലിഹിന്ന പെണ്ണ് പൈസക്കാർത്തിയാവണം, വലിയ ആചാരമോറാവണം, പിന്നെ കാറ് വേണം, അത് വേണം, വലിയ അക വേണം, ഇങ്ങനത്തെ എല്ലാം ആഗ്രഹിച്ചിട്ട് പെണ്ണിൻ്റെ മങ്ങിലാണ് ഉള്ളാറ്. അതും എന്തായിട്ട് എഫക്റ്റായിട്ടിടും. ഒന്നൊരിക്കലോ ആ പൈസ കാശൊന്നും ചിലപ്പോൾ പാലിക്ക വേണ്ടില്ല അല്ലേ, ചന്ത പൈസ കാശൊന്നും പാലിക്ക വേണ്ടതല്ല. അത് ഇണ്ട് നാളെ ടിക്കറ്റ് നാളെ ഇന്നത്തെ ടിക്കറ്റ്. അപ്പോൾ പിന്നെ കാശ് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് പിന്നെ നോക്കാം അതൊന്നും ഇല്ലാണ്ടായ ചാൻസുണ്ട്. എന്ന് മാത്രമല്ല ഇന്ന് കാശ് ഉണ്ടെങ്കിലും വലിയ കഷ്ടമായിട്ട് കാണണ്ടേ. പിന്നെ അവളും പിന്നെ അവൻ്റെ നിസ്സാറാക്കുക തുടങ്ങണല്ലോ, അവൾ പൈസ കാത്തിയാൽ. അപ്പോൾ പലക്കത്തേക്ക് നിന്നിട്ടൊന്നും മണ്ണുമില്ല എല്ലാം നല്ല ഡബ്ബടത് ഈ നിലക്കുള്ള അവൾ നല്ല ഡബ്ബാക്കിയത് നല്ല മൂത്താമാറാക്കിയത് ഇങ്ങനെ എപ്പോഴും കുത്തിയണ്ടിക്കിടാൾ അവളൊരു ഗത്തിക്കിട് അഹമ്മക്കിട്. അപ്പോൾ നിൽക്കൊന്നും നിൻ്റെ ഒന്നും നടക്കില്ല, അവിടെ വേല വെയില്ല. അതുകൊണ്ട് നാളെ പെണ്ണുങ്ങിട്ട് നമുക്കൊരു നിയന്ത്രണം വേണമല്ലേ, ആ നിയന്ത്രണം തപ്പി പോകണ്ടു. കാരണം അവരൊരു പൈസ കാർത്തി നിനക്ക് അവളുടെ സുധാരിക്കോ സാധ്യാവല്ലേ, കരച്ചും അതും ഇതെല്ലാകുമ്പോൾ നീ തെരലായി പോവേ. അപ്പോൾ ആസ്തി അന്തസ്ത് നോക്കിയിട്ട് മങ്ങിലാവിടതും നിൻ്റെ ചിലപ്പോൾ നീ കുടുംബവും ചാൻസ് ഉണ്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ലാക്കിൻ തസവ്വജൂഹുന്ന അലദ്ദീൻ. പിന്നെ എങ്ങനെ മങ്ങിലാകൂ നീ ഫസ്റ്റ് കാര്യം തിരഞ്ഞെടുക്കേണ്ടത് ദീൻ ഉണ്ടാകട്ടായിട്ടിക്കട്. ചന്ത വേണ്ടല്ല, ചന്തം വേണം, അത് കണക്കിനാണ്ടി ആരെ ചന്ത വേണിട്ട് ആഗ്രഹിക്കുന്നത് തപ്പു. വെറൂ ദീന് പിന്നെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ചന്തയില്ലാണ്ടാകുമ്പോൾ പിന്നെ അവരൊട്ടിಗೆ ജീവിക്കണമല്ലേ, അങ്ങനെയല്ല ഉദ്ദേശിക്കല്. അപ്പോൾ അത്യാവശ്യത്തിന് ചില പൈസ തന്നെ തൊന്തരല്ല. അതേ സന്ദർഭത്തിൽ വെറും പൈസമേ ആഗ്രഹിക്കടേ, വെറും ചന്തമേ ഉദ്ദേശിക്കലുണ്ടായെങ്കിൽ അത് ഫെയിലായിട്ടിക്കല്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ദീനുണ്ടായെങ്കിൽ പിന്നെ ഇൻഷാ അല്ലാഹ് അവരുടെ ബർക്കത്തിൽ ചന്തം പിന്നെ തിരിച്ചു കിട്ടും. അതുപോലെ പിന്നെ ജീവിതത്തിൽ ബർക്കത്ത് കഴിഞ്ഞിട്ടായെങ്കിൽ നമുക്ക് പിന്നെ വലിയ ആസ്തി ഒന്നും വേണ്ടിയിട്ടില്ലല്ലേ. അപ്പോൾ ദീന് കൊണ്ട് വിജയിക്കുക ചെന്തു. എന്നിട്ട് ചെന്തോലെ അമത്തുൻ ഹർമ ഓ സൗദ, ഒരു കറുത്ത ഒരു അടിമത്തിയായ പെണ്ണ്, അതും ഹർമ ചെന്ന് സാധാരണ കണ്ണ് വിസയല്ലേ, ഈ കണ്ണെല്ലാം കോസായിട്ടുള്ള പെണ്ണ്, അവൾ എന്തായിരിക്കുന്നത് ജാതു ദീനിൻ, അവൾ ദീനുണ്ടായെങ്കിൽ ഹൈറായിട്ടിക്കടല്ല. അവൾ കാണോ കുറുപ്പിയായിട്ടിക്കും, പക്ഷേ ദീനുള്ളത് കൊണ്ടും അവൾ ഹൈറായിട്ടിക്കടാറ്. ഏതൊരാണ്ടി നല്ല സൗന്ദര്യവത്തി വലിയ പൈസക്കാരുടെ മോളും എന്നത് അതിനാണ്ടി ഹൈറ് നിൽക്ക് ഇങ്ങനത്തെ സാധാരണപ്പെട്ടതായ ഒരു കറുത്ത ഒരു പെണ്ണായെങ്കിലും ഹൈറായിട്ടിക്ക്. എപ്പോൾ ദീൻ്റെ മാനദണ്ഡം നോക്കിയിട്ട് അതത്തെ കറുത്തതെ നോക്കിയിട്ട് ഭയങ്കര ആവണിട്ടല്ല, പിന്നെ ഞങ്ങളെ മനസ്സ് സമാധാനത്തിൽ ചന്തത്തുമേ തീരത്തേക്ക് തൊന്തരല്ല. അതേ സന്ദർഭത്തിൽ അവിടെ ദീന് വിട്ട് കലിക്കുക തീര. ദീനുണ്ടാ ഇങ്ങനെ എല്ലാം പാസ്സായിട്ടിക്കല്, ദീനില്ലേ എല്ലാം ഫൈലായിട്ടിക്കല്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ ബാലക്കാർക്കും നാളെ ആൺമക്കളും എല്ലാം സ്വാലിഹത്തായ പെണ്ണ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉള്ള പെഞ്ഞൈമാരെല്ലാം അള്ളാഹു സ്വാലിഹാത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു